ഞങ്ങളുടെ കുഞ്ഞിക്കുക്കുവിൻ്റെ രണ്ടാമത്തെ വിഷുവാണ് കേട്ടോ ഈ കഴിഞ്ഞത്. അപ്പം വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഏറനാട് എക്സ്പ്രസ്സൊക്കെ എടുത്തിട്ട് നാട്ടിൽ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണിക്കാണ് ട്രെയിൻ അമ്പലപ്പുഴ എത്തേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയത്. ഞാൻ നേരെ ഓട്ടോ പിടിച്ചു, വീട്ടിലേക്ക് ചെന്നു. കുറച്ച് നാൾക്ക് ശേഷമാണ് വീട്ടിൽ പോയത്. ചെന്നപാട് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ തണുപ്പൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ടായി. വീട്ടിൽ അമ്മ അച്ഛനും നോക്കി നടത്തുന്ന കേട്ടോ ഈ ചെടികളൊക്കെ. അവരുടെ മെയിൻ പരിപാടി ഇതാണ്. അതിനേക്കാളും ഇപ്പോൾ കുഞ്ഞിക്കുക്കുവാണ് മെയിൻ ടാസ്ക്. അങ്ങനെ വീട്ടിൽ ചെന്നു, അമ്മേനെ കണ്ടു. അവൾ നല്ല ഉറക്കമായിരുന്നു. ഒന്നും നോക്കിയിട്ടില്ല, നേരെ റൂമിലേക്ക് ചെല്ലുക, കിടന്നുറങ്ങുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ പോയത്. കാരണം രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങാതെ ട്രാവൽ ചെയ്തത്. അപ്പോൾ പിന്നെ എന്ന് ചെറുതായിട്ട് ഫ്രഷായി റൂമിൽ ചെന്ന് ബാഗൊക്കെ കൊണ്ടുവച്ചു. കുഞ്ഞിക്കുക്കുവിനുള്ള വിഷുക്കൈ നീട്ടല്ല, അതൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. പക്ഷേ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. അപ്പോൾ ഉറക്കം ചെറിയ ബ്രേക്കാണ്. എന്നിട്ട് ഞാൻ വിഷുക്കോടിയായിട്ട് അവളെ കാണാൻ ചെന്നിട്ടുണ്ട്. എന്നത് ഇപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്തുള്ളത്. അമ്മ അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷുക്കോടി കൈ കൊടുത്തതിൻ്റെ സന്തോഷമാണ് അവളുടെ ഈ മുഖത്തുള്ളത്. പ്രൈസ്ലെസ് എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുക്കൂനും ശരത്തിനും ഏകദേശം അവരെത്തുമ്പോൾ വൈകിട്ടാവുമെന്ന് പറഞ്ഞു. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, കുഞ്ഞിക്കുക്കും അമ്മയച്ചനൊക്കെ ലഞ്ച് കഴിച്ചു. വൈകിട്ട് പുറത്തിതായി ഇങ്ങനെ മുറ്റത്ത് വന്നിരുന്നുകൊണ്ട് ആ അമ്പലത്തിൽ നിന്ന് വരുന്ന ശബ്ദവും ആ ഒരു പാട്ടും പിന്നെ ഇതാ ഇങ്ങനെ സൺസെറ്റും ഒക്കെ കണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് പ്രത്യേകമാണല്ലോ. ഞാൻ പിന്നെ അമ്പലപ്പുഴയിലേക്കൊന്ന്, അവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ടൗൺ അതാണ്, അങ്ങോട്ടൊന്ന് പോകണമായിരുന്നു. കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വിഷുക്കണിയിലേക്ക് വെക്കാനുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഈ കാണുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയും അച്ഛനും നോക്കി നടത്തുന്നതാണ്. ഇതിനേക്കാളും അടിപൊളിയൊരു സാധനമുണ്ട് കേട്ടോ. അതാ ഈ ഒരു മുല്ലപ്പൂ ഉണ്ടല്ലോ, നിറയെ പിടിക്കും ഇവിടെ ഇതിൽ മുല്ലപ്പൂ. അതുപോലെ തന്നെ നമുക്ക് 2-3 കളേഴ്സിലെ ബുഗെയിൻവില്ല ഉണ്ട് ഇവിടെ, വൈറ്റും പിങ്ക് കളറും ഒക്കെ. അമ്മയ്ക്കിപ്പോൾ കുഞ്ഞിക്കുക്കുവിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് അധിക സമയമില്ല, എന്നാലും ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണുള്ളത്. ആൻഡ് സ്പെഷ്യൽ അപ്പിയറൻസ് ഈ ചെമ്പകത്തിന്. ഞാനിങ്ങനെ അമ്പലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ്. റോഡൊക്കെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ രീതിയാണ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഇത് നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ നടപ്പാതയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. വിഷുവിന് തലേ ദിവസം ഇവിടേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. സാധാരണ വെള്ളരിയൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടിരിക്കുന്ന ദിവസമാണല്ലോ അന്ന് തലേന്ന്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങി. അതുപോലെ തന്നെ കുറച്ച് മയിൽപ്പീലി വാങ്ങി. എല്ലാ വർഷവും വാങ്ങും, എന്തിനാന്ന് എനിക്കിപ്പോഴും അറിയില്ല. വീട്ടിൽ കൊണ്ട് ഞാൻ നീത്തി കൂടെ വന്ന് രാത്രി ഞങ്ങളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് കിടന്നിറങ്ങിയത്. രാവിലെ ഇവളെനിക്ക് വിഷുക്കൈ നീട്ടം തരാം കേട്ടോ. നീറ്റ് വന്ന പാട് ആ നൈറ്റ് ഡ്രസ് മോഡിലാണ് ആശാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി ഒന്ന് കുളിച്ച് സെറ്റായിട്ട് വന്ന്. ഇവിടെ ഓണത്തിനും വിഷുവിനൊക്കെ ഈ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ. അത് അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യേ. കുഞ്ഞിക്കുക്കുവിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു തിരക്കാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു. എല്ലാവരും റെഡി ആയിട്ടെങ്കിലും ഞാൻ തലേ ദിവസത്തെ ഉറക്കമൊക്കെ കുറച്ച് ബ്രേക്കായിട്ട് നടന്നുകൊണ്ട് എനിക്കിങ്ങോട്ട് ഒരു നല്ല സെറ്റായിട്ടുണ്ടായിരുന്നില്ല ഉറക്കം. ഇത് നമ്മൾ കുഞ്ഞിക്കുക്കുവിന് കൊടുത്ത വിഷുക്കൈ നീട്ടമാണ്. അവൾക്ക് കമ്മലും പിന്നെ ഒരു ഗോൾഡ് കോയിനും, പിന്നെ ഇത് അവളുടെ ഡ്രസ്സാണ്. ഓരോന്നായിട്ട് ഇടണം എന്നൊക്കെ കരുതി അങ്ങനെ ആദ്യത്തെ ഡ്രസ്സിൽ അവൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് എല്ലാവർക്കും ആദ്യമേ വിഷുക്കൈ നീട്ടം കൊടുക്കുക. അമ്മ അപ്പം നേരത്തെ വാങ്ങി, ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് തന്നതാണ്. പിന്നെ ശരത്തിനും കുക്കുനും കുഞ്ഞിക്കുക്കുനും അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അച്ഛൻ കൈനീട്ടം കൊടുക്കും, പിന്നെ അമ്മ കൊടുക്കും, പിന്നെ വീട്ടിലെ മുതിർന്ന ആൾ കൊടുക്കണം. അതിപ്പോൾ എൻ്റെ ടാസ്ക്കാണ്. ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പം അത് ഇത്ര ഭയങ്കര കാര്യമായിട്ട് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ചും എൻ്റെ ഒരു അഭിപ്രായം വെച്ചും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഇതൊക്കെ ഓരോ ഓർമ്മകളാണ്. ഇതിൽ പല കാര്യങ്ങളും പിന്നീട് നമ്മൾ ഓർത്തന്ന് നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ മതി. അതിന് ഒത്തിരി വലുതാക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കൊണ്ടുപോയി സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഓരോ നിമിഷങ്ങളും അത് സെലിബ്രേറ്റ് ചെയ്ത് തന്നെ പോകണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്ന പിന്നെ ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ വരുമ്പോഴാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കിട്ടുന്ന ഓരോരോ ചെറിയ നിമിഷങ്ങൾ പോലും എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ ഞാനത് സെലിബ്രേറ്റ് ചെയ്യും. അവിടെ ഇൻവോൾവ് ആവും. അവിടെ അതൊരു ഓർമ്മയായിട്ട് എപ്പോഴും സൂക്ഷിച്ചു വെക്കും. കുക്കുവിൻ്റെ ഇൻലോസ് അയച്ചു കൊടുത്ത പൈസ തിരിച്ചു താന്ന് ശരത്തിനോട് പറയുന്ന ആക്ഷനാണ് കേട്ടോ ഇത്. ആ പൈസ കയ്യിൽ വെക്കേണ്ട അവൾക്ക് വേണം പോലും. ഈ കുഞ്ഞിക്കുക്കുവിന് ഞാനിത് ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങിയ പട്ടുപാവാടയും ബ്ലൗസും ആണേ. ശരിക്കും അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ആ നെക്കിൻ്റെ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുണ്ടായി അതൊക്കെ കേട്ടോ. ഞാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു.
കഴിച്ചിരുന്നു, പക്ഷേ ഓൾ സെറ്റാണ്. അവൾ കയ്യിൽ ചോറ് വെച്ച് കുഴച്ച് കുറച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ബാക്കിയൊക്കെ അവൾക്ക് അമ്മ പരിപ്പും പപ്പടവും നെയ്യും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തു. അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനും അവളും, ഇതവളുടെ രണ്ടാമത്തെ ഡ്രസ്സാണ് കേട്ടോ, ഒക്കെ ആയിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തു. അവരുടെ ഒരു ഫോട്ടോ സെഷൻ്റെ ഇടയ്ക്കുള്ള അമ്മയോടുള്ള അതിയായ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാ കറികളും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി വിഷു സദ്യ കഴിച്ചു കേട്ടോ. കുഞ്ഞിക്കുക്കും ഉറങ്ങുമായിരുന്നു. ബാക്കി എല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിച്ചപ്പോൾ വിഷു സദ്യ കൂടുതൽ സ്പെഷ്യലായി, കൂടുതൽ ഓർമ്മകൾ, നല്ലൊരു അടിപൊളി വിഷുവും കൂടെ ആഘോഷിച്ച് തീർത്തതിൻ്റെ ഒരു സന്തോഷം. ഞാൻ അന്ന് വൈകിട്ട് തന്നെ നേരെ തിരുവനന്തപുരത്തേക്ക് പോരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ.